ഹാൻഡിൽ ദിസ് മനു? വരലക്ഷ്മി പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ശരീരം ആകെ പൊള്ളിയതുപോലെ തോന്നി. I feel so guilty. Arpana, hold your assess, we have a chauffeur. That's okay, dear. ഇത്രയും നാളും എൻ്റെ വിശ്വസ്തനായിരുന്നു. ഒരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. നന്ദിയുണ്ട് സാറേ. എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം. എൻ്റെ വീട്ടിലാരോടും ഞാനൊരു കാര്യവും പറഞ്ഞില്ല സാറേ. ശരിയാ ധർമ്മ, അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ തരാൻ തയ്യാറാണ്. അതൊന്നും വേണ്ട. നിനക്കൊരു നല്ല ഭാവിയുണ്ട്. അതുകൊണ്ട് നല്ലൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കും. വസീം എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട് ദുബായിൽ. അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാറ്, വീട്, സ്വത്ത് എല്ലാത്തിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ഡ്രൈവറാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. പൊന്നുപോലെ നോക്കണമെന്ന്. നല്ല മനുഷ്യനാണ്. അയ്യോ, എന്നാൽ നീ വണ്ടി നിർത്ത്, ഞാൻ ഇനി ഓടിക്കാം. വേണ്ട സാറേ, ഞാൻ ഓടിച്ചോളാം. സാറിൻ്റെ സ്വത്താ ഞാനൊന്ന് സാറ് പറഞ്ഞില്ലേ, അത് മതി സാറേ. ആ വാക്ക് മതി. നന്ദിയുണ്ട് സാറേ. താങ്ക്സ്. യു ആർ വെൽക്കം. മിസ്റ്റർ മനു, ഞാനെന്താ നിങ്ങളുടെ സ്വത്തോ അതോ സങ്കടമോ? എന്താ വേണ്ടേ? വാട്ട് യു വാണ്ട് മൈ ലവ്? വരൂസ് മൈ പേഷ്യൻറ്റ്. അവരെന്നോ ആരോഗ്യത്തോടെ ഉണ്ടാവണം. എന്നാൽ എനിക്കും പേരുദോഷമില്ലാതെ ജീവിക്കണം. സോ ഈ കാറിനുള്ളിലെ 3 പേരും ഈ രഹസ്യം സൂക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. ഡിയസ്, ഡിയസ്, താങ്ക് യു. ചേട്ടൻ എന്തു പറയണോ? എൻ്റെ കുഞ്ഞുങ്ങളാണ് സത്യം. ആരോടും ഞാൻ ഈ കാര്യം പറയില്ല മാഡം. ദയവായി ചിത്രഗുപ്തൻ ചോദിക്കില്ലേ, കള്ളം പറയാൻ എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊരു ആക്ടറല്ലേ. മൃത്യുഞ്ജയ, നീ ചെയ്ത ഈ മഹേന്ദ്രജാലത്തിന് സമ്മാനമായി നിനക്കൊരു മന്ത്രി പദവി കാത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ 2 മന്ത്രിമാരുണ്ടല്ലോ. ഇനി എന്തിനാ 3ാമതൊരു മന്ത്രി? 3 അല്ല, എന്നും 2 ഒരാളുടെ പദവി ഗോവിന്ദ. അയ്യോ, ആരുടെ സ്ഥാനമാണ് തെറിക്കാൻ പോകുന്നത്? ഇരുവരോടും പകിടയുരുട്ടുവാൻ പറയും. ദായം വരുന്നയാളുടെ മന്ത്രിസ്ഥാനം പോകും. അയ്യോ, താങ്കൾ വിഷമിക്കേണ്ടതില്ല. ഈ സൗഹൃദത്തിനായി നാം നമ്മുടെ സ്ഥാനം ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. ഉറ്റമിത്രമേ, സത്യം ചൊല്ലൂ. താങ്കളുടെ ജീവന് മേൽ സത്യം. മഹാരാജൻ, മഹാരാജൻ, ഇവിടേക്ക് നോക്കൂ. എവിടെ? നാം ഇവിടെ തന്നെ. മഹാരാജൻ, മഹാരാജൻ, എന്താ? മഹാരാജൻ, അവിടുന്ന് വിഷമിക്കണ്ട. നമ്മുടെ ഉപമുഖ്യൻ പകിടി ഉരുട്ടാതെ തന്നെ ഉദ്യോഗം ഉപേക്ഷിക്കുവാൻ തയ്യാർ. ഇനി നാമും ഈ ഉത്തമനും അങ്ങേക്ക് സേവ ചെയ്യുവാൻ കൂടെ ഉണ്ടാകും. ഇപ്പോഴാണ് പറയാൻ പറ്റിയ സന്ദർഭം. പോകൂ. ഞാനും പോകണോ രാജൻ? നീയും തന്നെ പോകൂ. ഇനി ഞാനും കർപ്പകവല്ലിയും മാത്രം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല കർപ്പകവല്ലി. എന്തോ പറഞ്ഞതുപോലുണ്ടല്ലോ. ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ലെന്ന് പറഞ്ഞതായിരുന്നു.
എന്താണ് മഹാരാജൻ, നാമും പോകണമെന്നാണോ? അയ്യോ, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. എന്താ എന്താണ് ഉണ്ടായത്? മഹാരാജാവേ, 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 പതറാതെ ചിതറാതെ പല്ലക്കിൽ പോകാമല്ലോ. അതൊരു നല്ല ഉപായം തന്നെയാണ്. ഏയ്, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോകൂ. വേഗം പോകൂ. നിർത്തൂ. കൈ പൊക്കിയാൽ അപ്പ ഊതും. ആ മഹാരാജാവ് എത്ര വേഗത്തിലാ പോകുന്നത്. അതിനിടയ്ക്ക് പിപ്പിരി പിപ്പിരി എന്ന കൂതിയല്ല ഇങ്ങനെ. ഉത്തമ, നീയുമോ? നിങ്ങൾ എന്തിനാണ് നിന്നത്? അങ്ങല്ലേ നിർത്തുവാൻ പറഞ്ഞത്. മഹാരാജാവിന് വളരെ പെട്ടെന്ന് പോകണം. പോകൂ. അനങ്ങരുത്, അനങ്ങാതെ, കുലുങ്ങാതെ, കുലുങ്ങരുത്, അനങ്ങാതെ, അനങ്ങാതെ, അനങ്ങരുത്, കുലുങ്ങരുത്, അനങ്ങരുത്. കുലുങ്ങാതെ, അനങ്ങാതെ, കുലുങ്ങാതെ, അനങ്ങാതെ, കുലുങ്ങാതെ, അനങ്ങാതെ, കുലുങ്ങാതെ, അനങ്ങാതെ, കുലുങ്ങാതെ, അനങ്ങാതെ, കുലുങ്ങാതെ. ഉത്തമ, ഓ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ തളർന്ന അവശനായി. എന്റെ സ്വപ്നസുന്ദരി കർപ്പകവല്ലി അവിടെ കാത്തിരിക്കുന്നു. ഇപ്പൊ പുറകോട്ട് പോകുന്ന അവസ്ഥയിലായല്ലോ എന്റെ പ്രേമം. അയ്യോ, പാതി ജീവൻ പോയി. ഇനി എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ഉത്തമ, വരൂ. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി എന്നെ അനുഗ്രഹിക്കൂ. ഇതെന്തിനാ വെറുതെ വീശിക്കൊണ്ട് നിൽക്കുന്നത്? മഹാരാജൻ, ഈ മൃത്യുഞ്ജയ മന്ത്രം എന്നത് അത് കമ്പസൂത്രമല്ലെന്ന് പറയാൻ വന്നതാ. എന്നാൽ അത് ജ്ഞാനികൾ എളുപ്പത്തിൽ മനസ്സിലാക്കി. മീനിനെ നീന്താൻ പഠിപ്പിക്കുകയാണോ? എനിക്കില്ലാത്ത ജ്ഞാനമോ? പറയൂ. അത് വളരെ എളുപ്പമാണ് മഹാരാജൻ. 3 വഴികളുണ്ട്. ഒന്ന്, ജ്ഞാനാദി ജ്ഞാനിയായി ജ്ഞാനത്തിന്റെ വഴികൾ അറിഞ്ഞ് മുക്കാലവും അറിഞ്ഞൊരു ജ്ഞാനിയായിരിക്കും. അയ്യോ, മുക്കാതെ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുക. ഇപ്പോഴാണ് അല്പം ശാന്തമായിരിക്കുന്നത്. വേറെന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ. ഈ എക്കാലവും പേര് കേൾക്കാൻ പോകുന്നൊരു കാവ്യം രചിക്കേണ്ടതാണ്. എന്റെ കൈയക്ഷരം മോശമാണല്ലോ. വാ കൊണ്ട് പറയാമല്ലോ. വയറ്റീന്ന് പോയത് പോരെ ഉത്തമ. അതുകൊണ്ടല്ലയോ 1ഉം 2ഉം വേണ്ടെന്ന് അവിടുന്ന് പറയുന്നത്. മന്ത്രി, മഹാരാജൻ, 3ാമത്തെ വഴി ഏതാണെന്ന്. മൂന്നാമത്തേത് ഉണ്ട് പറയാം. എക്കാലവും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു സകലകലാ വല്ലഭനായി അങ്ങിരിക്കണം. ഇപ്പൊ മനസ്സിലായി. നല്ല മാർഗം അവസാനമല്ലേ പറയുന്നത്. ഇക്കാലത്ത് കലാകാരനാകുന്നതാണ് വളരെ എളുപ്പം. എന്റെ വയറിളക്കം നിന്നയുടനെ ഒരു നല്ല നാടകത്തിനുള്ള കഥ പറയണം. അയ്യോ, നാടകമെല്ലാം നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല. എന്താ, ഇളങ്കോവടികളും നരേന്ദ്രവല്ലഭനും നാടകം രചിച്ചിട്ടില്ല. ഉത്തമൻ പറഞ്ഞത് ശരിയാണ്. രാജാവിന്റെ കരം തൊട്ടാൽ മണ്ണും പൊന്നാകും. ഇല്ലില്ല, അങ്ങ് ചൊറഞ്ഞോളൂ, മന്ത്രി പറഞ്ഞോളൂ. നാടകത്തിന് നല്ലൊരു കഥയുണ്ട്. ഹിരണ്യ ചരിത്രം നാടകമാക്കാം. ആവല്ലോ. പ്രഹ്ലാദ ചരിത്രമാണല്ലോ കേട്ടിട്ടുള്ളത്. ഇത് അവന്റെ അപ്പന്റെ ചരിത്രമാണ്. അയ്യോ, അത് നാരായണനെ എതിർത്ത് സംസാരിക്കുന്ന കഥാപാത്രമല്ലേ? അയ്യോ, ഏതവനെയും എതിർക്കാൻ കഴിവുള്ളവനെ മൃത്യുഞ്ജയനാകാൻ കഴിയൂ. ഭയമാണ് മരണത്തിന്റെ മൂല കാരണം. ഓ, മൂലമായാലും കാരണമായാലും എനിക്കൊന്നിനെയും പേടിയില്ല. നാം എന്തിനും തുനിഞ്ഞവനാണെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അരങ്ങേറട്ടെ ഹിരണ്യ ചരിത്രം നാടകം.